ഒന്ന് രണ്ടാഴ്ചയായിട്ട് യൂട്യൂബ് തുറന്നാൽ ഉപ്പും മുളകും എന്നുള്ള പേര് മാത്രമേ കാണാനുള്ളൂ. ആദ്യം ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു ഫാമിലി വ്ളോഗാണ്. അതിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, 4 മക്കളുണ്ട്. അതിൽ ആദ്യത്തെ മോള് ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചു. അവർ സുഖമായിട്ട് ജീവിക്കുന്നു, നല്ല രീതിയിൽ ജീവിക്കുന്നു. രണ്ടാമത്തെ മോളായിട്ടുള്ള എന്താണ് പേര്, നന്ദന എന്ന് പറഞ്ഞിട്ടുള്ള കുഞ്ഞാന്ന് മറ്റാണ് വിളിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി ഇപ്പോൾ അടുത്തിടെ, അതായത് കഴിഞ്ഞ ആഴ്ച ഒളിച്ചോടിയിട്ടുണ്ട്. അത് അവർ എൻഗേജ്മെൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെക്കൻ്റെ കൂടെ തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ഒളിച്ചോട്ടം എന്ന് പറയുന്നത് എൻഗേജ്മെൻറ്റ് ചെയ്ത് വെച്ചിട്ട് വേറൊരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയി. ഓക്കെ, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഇപ്പോൾ രണ്ടാമത്തെ ആൾ എൻഗേജ്മെൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെക്കൻ്റെ കൂടെ തന്നെ ഒളിച്ചോടി പോയിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പോൾ ഇപ്പം മൊത്തം 3 യൂട്യൂബ് ചാനലുണ്ട്. നിങ്ങൾ ഓർത്ത് വെക്കുക. ഉപ്പും മുളകും ലൈറ്റ് ഉണ്ട്, പിന്നെ പൊന്നൂസ് വ്ളോഗ് ഉണ്ട്, നന്ദൂസ് വ്ളോഗ് ഉണ്ട്. അങ്ങനെ 3 വ്ളോഗുകളാണ്, അല്ലെങ്കിൽ 3 യൂട്യൂബ് ചാനലാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പം ഈ പറയുന്ന നന്ദൂസ് ഒളിച്ചോടി പോയപ്പോൾ പെട്ടെന്ന് പൊട്ടിമുളച്ചൊരു യൂട്യൂബ് ചാനലാണ് നന്ദൂസ് വ്ളോഗ് എന്ന് പറയുന്നത്. നേരത്തെ ഉണ്ട്, പക്ഷേ 1-2 വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അച്ഛനും അമ്മയ്ക്കും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് ഇതെന്ന് പറയുന്നത്. അതായത് കല്യാണമെല്ലാം ഉറപ്പിച്ച് വെച്ചിട്ട് 2 മാസത്തിന് ശേഷമോ കല്യാണം നടത്താൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൈസയ്ക്ക് വേണ്ടി അവരിങ്ങനെ ബുദ്ധിമുട്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ അവർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് അതൊക്കെ അവരുടെ ഫാമിലി മാറ്റേഴ്സ് ആണ്. പക്ഷേ അതെല്ലാം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പച്ചവെള്ളം പോലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പം ഈ ഈ പറയുന്ന കെട്ടാൻ പോകുന്ന ചെക്കനും ഈ പറയുന്ന വീട്ടുകാരും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മളിവിടെ പറയുന്നില്ല. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഒളിച്ചോടി പോയി, സത്യം സംഭവമാണ്, ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് ഈ പറയുന്ന 3 യൂട്യൂബ് ചാനലും കൂടി എത്ര രൂപ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമുക്കൊന്ന് വെറുതെ നോക്കി നോക്കാം. അതായത് ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ അച്ഛനും അമ്മയും അവരുടെ വിഷമം വന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 10-50 മിനിറ്റുള്ളൊരു വീഡിയോ ആയിരുന്നു ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ വീട്ടിൽ തന്നെ ഒതുക്കി തീർത്തിരുന്നെങ്കിൽ ഈ പൈസ ഒന്നും ഇവർക്ക് കിട്ടില്ലായിരുന്നു. ഇവർ സോഷ്യൽ മീഡിയ കറക്റ്റായിട്ട് അത് യൂസ് ചെയ്തു, അതല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്തു. അപ്പോൾ അവരുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി. അതൊരു ഭയങ്കര വിഷമകരമായിട്ടുള്ള സംഭവം തന്നെയാണ്. അവർ നോക്കുമ്പോൾ എന്തായാലും സംഭവം നടന്നു, എന്നാൽ പിന്നെ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വല്ല ലാഭം കിട്ടുവാണെങ്കിൽ അതെങ്കിലും മേടിച്ച് ജീവിക്കാം എന്നുള്ള സെറ്റപ്പിലാണെന്ന് തോന്നുന്നു. എന്തായാലും വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഓരോരുത്തരായിട്ട് അവരവരുടെ ചാനലിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം അച്ഛനും അമ്മയും ഒരു വീഡിയോ ആയിട്ട് വന്നു. ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ 2-3 ആഴ്ചയായിട്ട് ഈ ഒരു സംഭവത്തിനെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതായത് അവിടെ ഇവിടെയും തൊടാതെയുള്ള പരിപാടികളായിരുന്നു. അപ്പോൾ ഒരു 2-3 ആഴ്ച മുമ്പാണ് ആദ്യമായി ഈ ഒരു സംഭവത്തിൻ്റെ ചെറിയൊരു സൂചനകൾ നാട്ടുകാർക്കും അല്ലെങ്കിൽ ഈ പ്രേക്ഷകർക്കും മുമ്പിലേക്ക് ഇട്ട് കൊടുത്തത്. അതെങ്ങനെയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മയും കുഞ്ഞാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു 3 ആഴ്ച മുമ്പ് അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനൊരു 5,25,000 വ്യൂസ് കടന്നിട്ടുണ്ട്. അതാണ് സ്റ്റാർട്ടിങ്. അതെല്ലാം കഴിഞ്ഞ് അതിനുശേഷം അവർ വീഡിയോ ഇട്ടു അമ്മയുടെ പുതിയ പരീക്ഷണങ്ങൾ. അത് വെറും 45,000 മാത്രമേ ഉള്ളൂ, 45,000 വ്യൂസ് മാത്രമേ ഉള്ളൂ. അതിനുശേഷം മരുമകൻ തന്ന 8ൻ്റെ പണി എന്ന് പറഞ്ഞൊരു ക്യാപ്ഷൻ ഇട്ടുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നാട്ടുകാർ വിചാരിച്ചിട്ടുണ്ടാവും ഇതെന്തോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ എന്ന് വിചാരിച്ചിട്ട് ഒരു 1,44,000 ആളുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും അല്ലായിരുന്നു. പിന്നെ അമ്മയുടെ വാശിയാണ് പ്രശ്നങ്ങൾക്ക് കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനും ഒരു 1,00,000 എബോവ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് വന്ന വീഡിയോ ആണ് കുഞ്ഞിൻ്റെ മാറ്റങ്ങൾക്കുള്ള കാരണം. ഒരു 44 മിനിറ്റുള്ള വീഡിയോ ആണ്. ഈ അച്ഛനും അമ്മയും കൂടി നിന്നിങ്ങനെ പറയുന്നതാണ്. അതായത് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. കുഞ്ഞിൻ്റെ എന്തെല്ലോ സ്വഭാവത്തിലുള്ള മാറ്റങ്ങളെക്കുറിച്ച് പറയുകയാണ്. അതായത് കല്യാണം നിശ്ചയിച്ചതിന് ശേഷം കുഞ്ഞെന്ന് പറയുന്നത് അറിയാലോ, രണ്ടാമത്തെ മോളാണ്. അപ്പോൾ മാറ്റങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിനൊരു 6 ലക്ഷം, അതായത് കുഞ്ഞിൻ്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നാട്ടുകാർക്ക് അറിയാൻ ഉള്ള ഒരു ആ ത്വരേൻ്റെ ബേസിൽ ഒരു 6 ലക്ഷത്തോളം പേര് ഇത് കണ്ടിട്ടുണ്ട്. പിന്നെ ആ സമയത്താണ് ഈ കുഞ്ഞൻ ഒളിച്ചോടി പോകുന്നത്. അങ്ങനെ ഒളിച്ചോടി പോയി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പം ഇത് നാട്ടുകാരിങ്ങനെ ചോദിക്കാൻ വേണ്ടി തുടങ്ങിയല്ലോ. ഇൻസ്റ്റാഗ്രാമിൽ അവർ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് എന്തായാലും മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. അങ്ങനെ മറുപടി പറയാൻ വേണ്ടി ഇവർ വന്നിരിക്കുകയാണ് 52 മിനിറ്റുള്ള ഒരു വീഡിയോ ആയിട്ട്. അത് ഭയങ്കര, നമുക്ക് എന്താ പറയുക, ഭയങ്കര വിഷമം തോന്നുന്നൊരു വീഡിയോ തന്നെയാണ്. കാരണം ഒരു അച്ഛൻ്റെ അമ്മേൻ്റെ വിഷമങ്ങൾ നമുക്ക് ആ വീഡിയോയിൽ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ആ വീഡിയോ 52 മിനിറ്റ് ഉണ്ട്. അത് 9,50,000 പേര് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഒരു 3 ദിവസത്തിന് ശേഷം, ഈ 3 ദിവസത്തിന് ശേഷം ഒരു വീഡിയോ ഇടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇതേ സമയത്ത് തന്നെ ഈ ഒളിച്ചോടിപ്പോയ ചങ്ങായി, അല്ലെങ്കിൽ ഒളിച്ചോടിപ്പോയ പെണ്ണ്, ഒളിച്ചോടിപ്പോയ കുട്ടി, അവരുടെ യൂട്യൂബ് ചാനലില്ലേ, പുതിയ യൂട്യൂബ്, അതിൻ്റെ അകത്ത് വന്നിട്ട് അവരുടെ എക്സ്പ്ലനേഷൻ, അത് നമുക്ക് വേറെ പറയാം. ഓക്കെ, അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മറുപടി ആയിട്ടാണ് വീണ്ടും ഇവരൊരു വീഡിയോ ആയിട്ട് വന്നത്. അങ്ങനെ
അങ്ങനെ പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചെത്തി എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടു. അല്ല, അതിന് മുമ്പ് ഇനി ഞങ്ങളുടെ തീരുമാനങ്ങൾ ഇതൊക്കെയാണെന്നൊക്കെ പറഞ്ഞ വീഡിയോ ഇട്ടു. പിന്നെ അങ്ങനെ വരുന്ന സമയത്ത് അവർ കൊണ്ടേയിരുന്നു. അപ്പോൾ ഇവർക്ക് അതിന് മറുപടി പറയണ്ടേ? അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം ആണല്ലോ ഇത്. അല്ലാതെ വീട്ടിലത്തെ പ്രശ്നങ്ങൾ ഒരിക്കലും വീട്ടിൽ കൂടിയിരുന്നിട്ടല്ല ഇവർ ചർച്ച ചെയ്യുന്നത്. അതെല്ലാം നമുക്ക് വിട്ടുതരികയാണ്, നിങ്ങളും കൂടെ അറിയണം എന്നുള്ള സെറ്റപ്പിൽ. അപ്പോൾ അങ്ങനെ അവരൊരു 2-3 വീഡിയോസും കൂടെ ഇട്ടു. അങ്ങനെ മൊത്തം എത്ര വീഡിയോ ഇട്ടു? 10 വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ളത്. അങ്ങനെ മൊത്തം ഇവർക്ക് വന്നിരിക്കുന്ന ടോട്ടൽ വ്യൂ എന്ന് പറയുന്നത് 35 ലക്ഷം വ്യൂസാണ് വന്നിട്ടുള്ളത്. അതിൽ നിങ്ങൾ ആലോചിക്കണം, 30 മിനിറ്റ് ഉള്ളതും 50 മിനിറ്റ് ഉള്ളതും 34 മിനിറ്റ് ഉള്ളതും 39 മിനിറ്റ് ഉള്ളതും ഒക്കെ വീഡിയോ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ എങ്ങനെ പോയി നോക്കിയിട്ടുണ്ടെങ്കിലും ഏറ്റവും കുറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്, ഒരു $5000 ഇവർക്ക് കിട്ടിയിട്ടുണ്ടാവും ഇത്രയും വീഡിയോസിൽ. കുറഞ്ഞത്, ഏറ്റവും കുറവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 5000 ആണ് ഇന്നത്തെ റേറ്റ് വെച്ചിട്ടാണെങ്കിൽ ഒരു 4,35,000 രൂപ ഏകദേശം കിട്ടിയിട്ടുണ്ടാവാം. ഇതിൽ കൂടാനേ വഴിയുള്ളൂ. അപ്പം സ്വന്തം മോൾ ഒളിച്ചോടി പോയതിൻ്റെ ആ ഒരു വിഷമത്തിൻ്റെ പുറത്തിട്ട വീഡിയോസിൽ ഇവർക്കൊരു 4.5 ലക്ഷം രൂപേൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ കല്യാണം നടത്തുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന അച്ഛൻ്റെ അമ്മേൻ്റെ മുമ്പിലേക്ക് മകൾ ഒളിച്ചോടി പോയതിന് ശേഷം വന്നിട്ടുള്ള ഈ വീഡിയോ ഇട്ടപ്പോൾ ഇവർക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? ഏറ്റവും കുറഞ്ഞത് 4.5 ലക്ഷം, 5 ലക്ഷത്തിൻ്റെ അടുത്ത്. ഓക്കെ, അപ്പോൾ ഇവർക്ക് മാത്രമല്ല ഈ ഒരു കേസിൽ, അല്ലെങ്കിൽ ഈ ഒരു കണ്ടന്റ് വെച്ചുകൊണ്ട് വ്യൂസ് കിട്ടിയിട്ടുള്ളത് ഇവരുടെ ആദ്യത്തെ മോളായിട്ടുള്ള പൊന്നൂസ് വ്ളോഗിൽ ഇതേപോലെ 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അവർ ഒളിച്ചോടി പോയ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് ഇവർ ഈ പറയുന്ന ഒളിച്ചോടി പോയ കുട്ടിയില്ലേ, ആ കുട്ടി ഒരു എക്സ്പ്ലനേഷനുമായിട്ട് വന്നപ്പം അതിൻ്റെ അകത്ത് ഇവരെക്കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള മറുപടിയുമായിട്ടും ഇവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ 2 വീഡിയോൻ്റെ കൂടെ ടോട്ടൽ വ്യൂസ് എന്ന് പറയുന്നത് 22 ലക്ഷം വ്യൂസാണ്. അപ്പോൾ ഈ 22 ലക്ഷം വ്യൂസിൽ ഒരു വീഡിയോ എന്ന് പറയുന്നത് 50 മിനിറ്റോളം ഉണ്ട്, പിന്നെ മറ്റേ വീഡിയോ എന്ന് പറഞ്ഞാൽ 10-30 മിനിറ്റോളം ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ നോക്കിയാലും ഇവർക്ക് ഒരു കുറഞ്ഞത് ഒരു 3-3.5 ലക്ഷം രൂപ, ഏറ്റവും കുറഞ്ഞതാണ് 3-3.5 ലക്ഷം രൂപ കിട്ടും. അപ്പം അനിയത്തി ഒളിച്ചോടി പോയതിൽ ചേച്ചിക്കും കുറച്ച് ലാഭം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ പറയാനുള്ള കാര്യം, നിങ്ങളൊരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. കാരണം ഒരാൾ ഒളിച്ചോടി പോയിട്ട് നീ ഇങ്ങനെ ഇതാക്കുന്നു, അങ്ങനെയല്ല. ഇത് കച്ചവടമാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയുന്നത് എന്താണ് പ്രശ്നം? ഇവരുടെ വീഡിയോയിൽ വന്നിട്ട് അവൾ അങ്ങനെ ചെയ്തു, ഇവളിങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, അവൾ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ നമുക്കും ഇങ്ങനെ ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുള്ള ഒരു ഇതുണ്ട്. അതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യണം? ഇവർ വീട്ടിലിരുന്നുകൊണ്ട് മാത്രം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക. അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും മിണ്ടാനോ പറയാനോ ഒന്നും നിൽക്കില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ പൊന്നൂസിൻ്റെ ഈ മാസത്തെ ഏണിങ്സും ഈ പറയുന്ന കണ്ടൻറ്റ് ഉപയോഗിച്ച് ഒരു 3-3.5 ലക്ഷം 4 ലക്ഷം രൂപേൻ്റെ അടുത്ത് കിട്ടാനുള്ള വഴിയുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ താരമായിട്ടുള്ള പുതിയ യൂട്യൂബർ ആയിട്ടുള്ള നമ്മുടെ നന്ദൂസ് വ്ളോഗ് ഈ പറയുന്ന ഒളിച്ചോട്ടത്തിന് ശേഷം ഒരു 4 വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം അവരൊരു 8 മിനിറ്റ് ആ ഒരു റേഞ്ചിലുള്ള വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ വീഡിയോസിന് വ്യൂസ് വരുന്നുണ്ട് എന്നറിയുമ്പോഴത്തേക്കും പതിയെ നമ്മുടെ എന്താ പറയുക, ഈ കണ്ടൻറ്റിൻ്റെ അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത്തും കൂടെ കൂട്ടാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ അവസാനത്തെ വീഡിയോ 10-40 മിനിറ്റോളം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മൊത്തം 4 വീഡിയോസ് ഇവരിട്ടു. അപ്പോൾ ഈ 4 വീഡിയോ ഇട്ടപ്പോൾ ഇവർക്ക് കിട്ടിയിരിക്കുന്ന വ്യൂസ് എന്ന് പറയുന്നത് 25 ലക്ഷം വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന 40 മിനിറ്റ് ഒക്കെ ഉള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇവർക്കും എങ്ങനെ പോയിട്ടുണ്ടെങ്കിലും ഒരു 3-3.5 ലക്ഷം രൂപ 4 ലക്ഷം രൂപ കുറഞ്ഞത് കിട്ടിയിട്ടുണ്ടാകാം. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇനിയിപ്പം പൈസ ഇല്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് വേണ്ട. 3-3.5 ലക്ഷം രൂപ ഇവർ തന്നെ ആക്കിയിട്ടുണ്ട്. ഇവർ പണിയെടുത്തിട്ടില്ല എന്ന് ആരും പറയാൻ നിൽക്കണ്ട. കാരണം ഇവർ പണിയെടുത്തിട്ടാണ് ഈ പറയുന്ന ബാക്കിയുള്ള 2 യൂട്യൂബ് ചാനൽ നടത്തുന്നവരും ഈ മാസം അരി മേടിക്കാൻ, ഇപ്പം നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് പറയുന്ന പോലെ അരി മേടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഏതായാലും ഒരു ഒളിച്ചോട്ടം മുഖേന അല്ലെങ്കിൽ ഒരു ഒളിച്ചോട്ടം വീട്ടിൽ നടന്നതും പ്രകാരം ആദ്യമൊക്കെ കുറേ വിഷമങ്ങൾ ഇവർ സഹിച്ചിട്ടുണ്ട്. പിന്നീട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഓരോ വാരി എറിയലിലും ഇവർക്ക് വ്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതിനെ ഒരു എന്താ പറയുക, എന്തായാലും വീണിടം വിഷ്ണുലോകം അങ്ങനെ എന്താ പറയില്ലേ, അതേപോലെ തന്നെ എന്തായാലും ഒളിച്ചോടി പോയി. എന്തായാലും ആളുകൾ അറിഞ്ഞു, നാട്ടുകാരറിഞ്ഞു. അപ്പോൾ ഓരോരുത്തർ ഓരോ കണ്ടൻ്റായിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് വ്യൂസും കുറച്ച് പൈസയും കിട്ടും എന്നുള്ള സെറ്റപ്പിൽ തന്നെ ആയിരിക്കും. ഇതിനുള്ള വേറൊരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, പണ്ട് പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞുള്ള യൂട്യൂബ് ചാനൽ, അവർ ഇതേപോലെ അടി ആയ സമയത്ത് തന്നെ അന്നേരം തന്നെ ചങ്ങായി രണ്ടാമത്തെ അനിയൻ ചക്കൻ അന്നേരം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അവർക്കറിയാം സംഭവം ഇതെന്തായാലും സെപ്പറേറ്റ് ആവും. അപ്പോൾ ഈ ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കേസിൽ തന്നെ കുറച്ച് വ്യൂസും കുറച്ച് സബ്സ്ക്രൈബേഴ്സും കുറച്ച് പൈസ ഉണ്ടാക്കാമെന്നുള്ള സെറ്റപ്പിലായിരുന്നു. അപ്പോൾ ആ ഒരു പാത പിന്തുടർന്നുകൊണ്ടാണ് ഇപ്പം
എല്ലാവരും ഈ പറയുന്ന പരിപാടിയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒളിച്ചോടി ഇതേപോലെ യൂട്യൂബ് ചാനൽ തുടങ്ങി ജീവിക്കാം എന്ന് വിചാരിച്ച് നടക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഇവരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് മുതലേ യൂട്യൂബ് ചാനലിൽ ഇതേപോലെ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കോൺട്രവേഴ്സീസ് ആയിട്ട് ഫേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വീടിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പരിപാടി നടന്നിട്ടുണ്ട്, പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അവർ വേറൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആളുകൾ കാണാനുണ്ടാവും. പക്ഷേ എന്നോർത്ത് നിങ്ങൾ നാളെ ഒളിച്ചോടി പോയിട്ട് നിങ്ങളുടെ കഥ പറഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടും ആളുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒളിച്ചോടാൻ വേണ്ടി നിൽക്കരുത്. പറ്റുവാണെങ്കിൽ നിങ്ങൾ വീട്ടുകാരുടെ സമ്മതത്തോട് തന്നെ കല്യാണം കഴിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ അയ്യോ ഒളിച്ചോടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഒളിച്ചോടാൻ വേണ്ടി നിൽക്കണ്ട. അതായത് ഈ പറയുന്ന പൊന്നൂസ് അല്ലാത്ത നന്ദു എന്ന് പറയുന്നിട്ടുള്ള കുഞ്ഞ ഒളിച്ചോടുന്നതിന് മുമ്പ് എന്തോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഒളിച്ചോടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനലിൽ തുടങ്ങി നമുക്ക് ജീവിക്കാം, നല്ല വ്യൂസ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് ആദ്യത്തെ മോളായിട്ടുള്ള പൊന്നു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കേട്ടിട്ട് നിങ്ങൾ ആരും ഇവരുടെ വാക്കൊന്നും കേട്ടിട്ട്, കാരണം ഇവരെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന, പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ എല്ലാത്തിൻ്റെ വീഡിയോസിൻ്റെ അടിയിലും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്തായാലും സപ്പോർട്ട് ചെയ്തുകൊണ്ടുണ്ട്, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടുമുണ്ട്. അതായത് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന മറ്റ് ടീമിനെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ളതും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇവരുടെ ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾ ഒളിച്ചോടി പോകാൻ നിൽക്കരുത് കേട്ടോ. കാരണം ഇതൊന്നും എല്ലാവർക്കും പറഞ്ഞ പരിപാടിയൊന്നുമല്ല. അതായത് തൊലിക്കട്ടി നല്ലോണം വേണം ഒന്ന്. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കുറച്ച് ആയിട്ട് ആളുകൾ അറിയുന്ന ഒരാളാണെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ. അല്ലാതെ പുതിയതായിട്ടൊക്കെ കല്യാണം കഴിച്ച് ഞാൻ ഓടിപ്പോയി, എൻ്റെ വീട്ടുകാർ അങ്ങനെ ആക്കിയേ, എന്നെ ഇങ്ങനെ ആക്കിയേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും കാണാനൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവരെ നിങ്ങൾ ഫോളോ ചെയ്യുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവർ ചെയ്യുന്നതെല്ലാം ഫോളോ ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ അവസാനം ഗോപിക്കുറി വരയ്ക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒളിച്ചോട്ടം ഒന്നിനും ഒരു പരിഹാരമല്ല. നിങ്ങൾ നൈസായിട്ട് വീട്ടിലൊക്കെ സംസാരിച്ച് സെറ്റായി കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുക. എന്നിട്ട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിക്കോ. എന്നിട്ട് പതിയെ ഇങ്ങനെ വളർന്നൊക്കെ വന്നു കഴിയുമ്പം എന്തെങ്കിലുമൊക്കെ ഇതേപോലെ കോൺട്രവേഴ്സീസ് ഒക്കെ നടക്കുന്ന സമയത്ത് ഇതേപോലെ ഒരുപാട് വ്യൂസ് കിട്ടും, ഒരുപാട് പൈസ കിട്ടുമായിരിക്കും. അപ്പോൾ ഏതായാലും ഉപ്പും മുളകും ലൈറ്റ് ഫാമിലി ഈ മാസം ഒരു സൈഡിൽ നോക്കുമ്പോൾ കുറച്ച് സങ്കടം വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും മറ്റു സൈഡിൽ നോക്കുമ്പം മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറഞ്ഞ ആ സംഭവത്തിലേക്ക് നോക്കുമ്പം നല്ല ബെനിഫിറ്റാണ് ഈ മാസം ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും ലക്ഷത്തിൻ്റെ കണക്കുകളാണ് പറയാനുണ്ടാവുക. അപ്പം ഇവരുടെ, അതായത് ഉപ്പും മുളകും ലൈറ്റിൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള വീഡിയോസിനെ കുറിച്ചും അവരുടെ ഇടയിൽ നടക്കുന്ന ആ ഒരു പ്രശ്നങ്ങളെക്കുറിച്ചും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.